ഫസ്റ്റ് ഡിവൈസ് വാങ്ങുന്നത് ഇവിടെ ഈ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിൽ ആണ് വാങ്ങുന്നത്. അവിടെ കൊണ്ടുപോയി അവരത് ഒരു മൊബൈൽ ബസ്സാണ് അവർക്കുള്ള AC ബസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ഫീൽഡിൽ പോയിട്ട് ആൾക്കാർ സ്ക്രീൻ അതിലാണ് ആദ്യം വെച്ച് കൊണ്ടുവന്നത്. ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട് ആ ഡിവൈസ്. ദേ ആർ ഹാപ്പി വിത്ത് ദ ഡിവൈസ്. എവരി വൺ ഹു ഈസ് യൂസിങ് ഇറ്റ് ഈസ് ഹാപ്പി. ആർക്കും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ഇതൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. because they are able to screen and detect and people are also happy, so things are moving well as far as the users are concerned. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമല്ല. ഡോക്ടേഴ്സ് ENT ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. പൂനെയിൽ ENT ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. NGOs പലരും ഡൽഹിയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററില്ലേ, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഡിവൈസ് ഉണ്ട്. അവിടെ വരുന്ന കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആൾക്കാർ സ്ക്രീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെൻ്റൽ കോളേജിലൊരു ഡിവൈസ് ഉണ്ട്. അവിടുത്തെ ഈ OP ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ട്, ഓറൽ മെഡിസിൻ്റെ. അവിടെ വരുന്നവരും സ്ക്രീനിങ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഉപയോഗിച്ച് കൊണ്ട് ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് കേസുകളിൽ ക്യാൻസർ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. പലരുടെ കേസുകളിൽ നമ്മൾ കേസ് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട്. വിഷ്വലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ പ്രോബ് ഉപയോഗിച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ. അങ്ങനെ ബയോപ്സി തന്നെ പോസിറ്റീവായ കേസ് ധാരാളമുണ്ട്. സോ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ദ ഡിവൈസ്.